കൂട്ടുകാരെ, 3-ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകം കേരള പാഠാവലി ഈ വർഷം മാറ്റമുള്ളതായി എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. എല്ലാവർക്കും പുസ്തകം കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ഭാഗം 1-ൽ 3 യൂണിറ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കനകച്ചിലങ്ക, പലഹാരപ്പൊതി, മനുഷ്യൻ്റെ കൈകൾ എന്നിവ. ഇതിലെ 1-ാമത്തെ യൂണിറ്റാണ് കനകച്ചിലങ്ക എന്നത്. ഇതിൽ PT ഭാസ്കരപ്പണിക്കർ എഴുതിയ 2 വരി കവിതകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾക്കമ്മയെ പോലെ ഈ ഭാഷ. ഇവിടെ മാതൃഭാഷയുടെ മഹത്വത്തെ പറ്റിയാണ് വിവരിക്കുന്നത്. അതിനു മുൻപായി പാഠത്തിൻ്റെ തലക്കെട്ടിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. കനകച്ചിലങ്ക എന്നാണ് പാഠത്തിൻ്റെ തലക്കെട്ട്. എന്താണ് കനകച്ചിലങ്ക എന്ന പദത്തിൻ്റെ അർത്ഥം? കനകം എന്നാൽ സ്വർണം എന്നാണ് അർത്ഥം. ചിലങ്ക എന്നാൽ പാദസരം. അപ്പോൾ കനകച്ചിലങ്ക എന്നാൽ സ്വർണപാദസരം എന്നർത്ഥം. ഇവിടെ മലയാള ഭാഷയാകുന്ന പാദസരത്തിൽ കഥകൾ, കവിതകൾ, കടങ്കഥകൾ എന്നിങ്ങനെ പലതരത്തിലുള്ള സാഹിത്യരൂപങ്ങൾ ഉൾക്കൊണ്ട മനോഹരമായ ഒരു പാദസരം പോലെയാണ് നമ്മുടെ ഭാഷ. ഇനി നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അമ്മ ചൊല്ലിത്തന്ന ഭാഷ നമ്മൾക്കമ്മയെ പോലെ ഈ ഭാഷ. ഇവിടെ മാതൃഭാഷയുടെ മഹത്വമാണ് വെളിവാക്കുന്നത്. ഭൂമിയിൽ ആദ്യമായി പിറന്നു വീഴുന്ന നമുക്ക് എല്ലാം നമ്മുടെ പെറ്റമ്മയാണ്. അമ്മയിലൂടെയാണ് നാം ഭാഷയും ലോകവും പരിചയപ്പെടുന്നത്. അമ്മയുടെ ഭാഷയാണ് നമ്മുടെ ഭാഷ. അതുകൊണ്ട് തന്നെ മാതൃഭാഷ പെറ്റമ്മയ്ക്ക് തുല്യമാണ് എന്നർത്ഥം. ഈ വരികൾ ചൊല്ലുമ്പോൾ അതിന് സമാനമായ മറ്റൊരു കവിതയും നമുക്ക് ഓർമ്മ വരും. പ്രശസ്ത കവി വള്ളത്തോളിൻ്റെ മാതൃഭാഷയുടെ മഹത്വത്തെപ്പറ്റി വർണ്ണിക്കുന്ന മനോഹരമായ മറ്റൊരു കവിതയുണ്ട്. അതിലെ 2 വരികൾ ഇതിന് സമാനത ഉള്ളതാണ്. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. ഈ വരികൾ പാഠഭാഗത്തിലെ വരികളുമായി സാദൃശ്യമുള്ളതാണ്. പാഠഭാഗം എല്ലാവരും നന്നായി മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.